ചുമ്മാ ഇരുന്നപ്പോഴാണ് കേട്ടോ നമുക്ക് മാവിൻ്റെ മുട്ടിലോട്ടൊന്ന് പോകാൻ തോന്നിയത്. അപ്പോൾ ദേ പോകുന്ന വഴിക്കാണ് കേട്ടോ പുളിച്ചി മാവിൻ്റെ ചോട്ടിൽ ഫുള്ള് മാങ്ങ വീണ് കിടക്കുകയാണ്. അത് ആർക്കും ഒരു മൈൻഡും ഇല്ല. നിങ്ങളിപ്പോൾ കണ്ടോ ഈ മാവിൻ്റെ ചോട്ടിൽ എത്രയും മാങ്ങയാണ് വീണ് കിടക്കുന്നതെന്ന്? ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാം കേട്ടോ. ദേ ഇത് അത്യാവശ്യം നല്ല പഴുത്ത് തന്നെയാണ് വീഴുന്നത്. കിളികൾക്ക് പോലും വേണ്ട അത്രയ്ക്ക് പുളിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശി നാട്ടുമാവ്. ഒത്തിരി വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് വീഴുന്ന മാങ്ങ അടിപൊളി ടേസ്റ്റാണ്. വലിപ്പം കുറവാണെങ്കിലും നല്ല മധുരമാണ് കേട്ടോ. അതുകൊണ്ട് എന്താ ഇതിൻ്റെ മുട്ടിലൊന്നും ഒരൊറ്റ മാങ്ങ പോലും വീണ് കിടക്കാറില്ല. വീഴുന്നത് അപ്പം തന്നെ നമ്മൾ പറക്കി കഴിക്കും കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ സ്കൂളടച്ച് എല്ലാവരും കളിക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരും മാവിൻ്റെ മുട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. വീഴുന്ന ഉടനെ തന്നെ നമുക്ക് ഫ്രഷ് മാങ്ങ കഴിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. അവിടെ കളിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മാങ്ങയും കിട്ടുമായിരുന്നു. എനിക്കിപ്പോൾ പോയപ്പോൾ ഒരു നാട്ടുമാങ്ങ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പം ഞാൻ ഒരു പുളിച്ചി മാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിന് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനൊക്കെ ഒരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങയുടെ ബാക്ക് സൈഡ് ഇങ്ങനെ ഒന്ന് ചുരണ്ടി ഉരച്ച് കളയും കേട്ടോ. ഇത് ഞാനിപ്പോൾ കഴിക്കുന്നത് നാട്ടുമാങ്ങയാണ്. സൂപ്പർ ടേസ്റ്റാണ്, നല്ല മധുരമാണ് കേട്ടോ. അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ള മാങ്ങ തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഇത് ദേ പുളിച്ചി മാങ്ങയാണ്. ഭയങ്കര പുളിയാണ് കേട്ടോ. കളറിനൊന്നും ഒരു ചേഞ്ചും ഇല്ല, പക്ഷെ ഭയങ്കര പുളിയാണ്. അപ്പോൾ ഞാൻ അതും കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഈ പുളിച്ചി മാങ്ങ മാമ്പഴ പുളിശ്ശേരി വെക്കാൻ ബെസ്റ്റാണ് കേട്ടോ. കാരണം പുളി ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകം തൈരൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ എനിക്ക് വലിയ രസമൊന്നും തോന്നുന്നില്ല കേട്ടോ. എങ്കിലും പണ്ടൊക്കെ കസിൻസൊക്കെ വരുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ അടി ഉണ്ടാക്കി വഴക്കും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നാട്ടുമാങ്ങയ്ക്ക് ഇങ്ങനെ കഴിച്ചാലേ അതിൻ്റെ യഥാർത്ഥ രുചി അറിയൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.